ഓരോ എപ്പിസോഡിലും ഓരോ ഡ്രസ്സ് ഇടാൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് എന്താ പറയാ അത് പർച്ചേസ് ചെയ്യാൻ ഇത്ര രൂപയാവുമല്ലോ എന്ന് വിചാരിച്ച് അവളുടെ അമ്മയുടെ സാരി തയ്ച്ചു വരെ ഡ്രസ്സുകൾ അവൾ തയ്ക്കും നന്നായിട്ട്. അങ്ങനെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വരെ കുട്ടി ഏറ്റവും ആദ്യം സമർപ്പടാറിലൊക്കെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ വൺസ് ആൾക്കാർ കണ്ടു തുടങ്ങുമ്പോഴാണ് നമുക്ക് സ്വാഭാവികമായിട്ടും പലതും കൊളാബറേഷൻ എന്നുള്ളൊരു പേര് ഇന്നത്തെ ഇൻസ്റ്റാഗ്രാം വേർഡ് ഞങ്ങളൊരു ഔട്ട്ഫിറ്റ് തരട്ടെ, കൊളാബ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് ഞങ്ങൾക്കൊരു ഫോട്ടോ തരുമോ, അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യം. അനുമോൾ അനുഭവിച്ച കഷ്ടതകളെ പറ്റി ലക്ഷ്മി നക്ഷത്ര ഈ പറയുന്നത് എന്തിനാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കേൾപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നലെ പാതിരാത്രിയിൽ നമ്മുടെ അക്ബർ കാക്ക ആദിലയോടൊരു കാര്യം പറയുന്നത് കേട്ടു. അതായത് അനുമോളുടെ ഏതൊക്കെയോ സുഹൃത്തുക്കൾ, പേര് അക്ബർ കാക്കയ്ക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല, ഏതൊക്കെയോ സുഹൃത്തുക്കൾ അക്ബർ കാക്കയോട് പറഞ്ഞെന്ന്. അതായത് അനുമോളുടെ സ്വഭാവമൊന്നും അത്ര ശരിയല്ല എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അക്ബർ കാക്കയോട് പറഞ്ഞു. അക്ബർ കാക്കയ്ക്ക് ബിഗ് ബോസിൽ വന്നതിന് ശേഷം അനുമോളുമായിട്ട് ഇടപഴകി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തോന്നി എന്നൊക്കെ അക്ബർ കാക്ക പറയുന്നത് കേട്ടു. എനിക്ക് അനുമോളെ പേഴ്സണലായിട്ട് അറിയത്തില്ല. അനുമോളെ വർഷങ്ങളായിട്ട് അടുത്തറിയാവുന്ന ലക്ഷ്മി നക്ഷത്ര പറയുന്നത് കേട്ടല്ലോ. അനുമോളെ പറ്റി മോശമൊന്നും പറയുന്നില്ല ആ സ്ത്രീ. ഒരുപാട് വീഡിയോ ലക്ഷ്മി ഇന്നലെയോ മിനിഞ്ഞാന്ന് എങ്ങാണ്ട് എവിടെ ഒരു ചടങ്ങിന് വന്നപ്പോഴത്തേക്ക് അവിടെ ഓൺലൈൻ മീഡിയക്കാരോട് പറയുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ അനുമോളെ പറ്റി പറയുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് ഇതൊന്ന് കാണിച്ചു തരണം എന്ന് വിചാരിക്കാൻ കാരണം അനുമോളുടെ കഷ്ടതകൾ ചെറുതൊന്നും അല്ല അത് അനുഭവിച്ചിരിക്കുന്നത്, മനസ്സിലായില്ലേ? അതിനിടയ്ക്ക് ഇച്ചിരിയൊക്കെ വല്ല മോശം സ്വഭാവം, പ്രത്യേകിച്ച് സുഹൃത്തുക്കളെ അടുപ്പിക്കാതിരിക്കുക, പറഞ്ഞു വിടുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ അനുമോളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്ത് കുറ്റം പറയാനൊന്നും പറ്റത്തില്ലടേ. കാരണം ഒരു കുടുംബത്തിൻ്റെ മൊത്തവും ചുമതല എടുത്ത് തലയ്ക്ക് വെച്ചിട്ടാണ് അത് ജീവിക്കുന്നത്. അതിനിടയ്ക്ക് ചിലപ്പോൾ ചില സുഹൃത്തുക്കളെയൊക്കെ വേണ്ടാന്ന് വെക്കേണ്ട വരും. അതത്ര വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമാണോ? എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രിയിൽ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ എപ്പിസോഡിനകത്ത് നടന്ന 1-2 കാര്യങ്ങളും ഒക്കെ നമുക്ക് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അക്ബർ കാക്ക പറഞ്ഞ കാര്യം അത് നമുക്കവിടെ വെക്കാം. നല്ല രീതിയിൽ തന്നെ അക്ബർ കാക്ക പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാനുണ്ട്. അതിന് മുമ്പായിട്ടേ ഒരു പ്രൊമോ ഇന്നലെ പാതിരാത്രി വന്നത് കണ്ടു. നിങ്ങൾ കണ്ടായിരുന്നോ? നമ്മുടെ അനീഷേട്ടൻ അനുമോളെ പ്രൊപ്പോസ് ചെയ്യുക. എന്താ ഈ മനുഷ്യന് പറ്റിയെന്ന് ഞാനത് കണ്ടുടനെ ആലോചിച്ചേ. അപ്പം നിങ്ങൾ കുറേ പേരൊക്കെ പറയുമായിരിക്കും അത് ചുമ്മാതാണ്, വെറുതെ പറ്റിയില്ലാന്ന്. പക്ഷെ അങ്ങനെ അല്ലടോ. ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഒരു പരിപാടി അവിടെ നടന്നിട്ടുണ്ടെന്നാണ്. നമ്മുടെ അനീഷേട്ടൻ ബാത്റൂമിൻ്റെ ഏരിയ പോയി നിന്ന് മുട്ടൻ കരച്ചിലായിരുന്നെന്ന് വരെ പറയുന്നത് കേട്ടു. സത്യമാണോ എന്നറിയത്തില്ല. കരക്കമ്പി ആയിരുന്നാൽ മതിയായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ആലോചിക്കുക, എന്താ ഈ മനുഷ്യന് പറ്റിയത്? ഇനി ഇത് പുള്ളിയുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആണോ? പറയാൻ പറ്റത്തില്ല. അനീഷേട്ടൻ ആയതുകൊണ്ട് ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോവും, ഏത് ഗെയിമും ഇറക്കും. പക്ഷേ പുള്ളി അവിടെ നിന്ന് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ ആ പ്രൊമോ കണ്ടപ്പോൾ ആ പ്രൊമോ നല്ല രസമുണ്ട്. ഏഷ്യാനെറ്റുകാരത് നല്ല രീതിയിൽ ഗുമ്മനാക്കിയിട്ടാണ് പുറത്തേക്ക് വിട്ടേക്കുന്നത്. പക്ഷേ അത് സത്യമാവാതെ ഇരിക്കട്ടെ എന്ന് ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും ഒരു ഫേക്ക് ഡ്രാമ എന്തെങ്കിലും പരിപാടി ആയിരുന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അനീഷേട്ടൻ ആ ഒരു ട്രാക്ക് പിടിക്കാൻ തുടങ്ങിയത്? ഇനി ചിലപ്പോൾ ജെനുവിനായിട്ടാണോ എന്നും നമുക്കറിയത്തില്ല. പ്രത്യേകിച്ച് പുള്ളി ജീവിച്ച് വന്നത് ഒരു ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് വല്ലാത്തൊരു ജീവിതമായിരുന്നു എന്നൊക്കെ കേൾക്കുന്നു, മനസ്സിലായില്ലേ? പുള്ളി തന്നെ ഇന്നലെ അനുമോളോട്ടിരുന്ന് പറയുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് ഒറ്റപ്പെട്ടുള്ളൊരു ജീവിതമായിരുന്നു, ഒരു മെക്കാനിക്കൽ ജീവിതമായിരുന്നു പുള്ളിയുടെ. അപ്പോൾ അതിനകത്തു നിന്നൊക്കെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ അനീഷേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ അനുമോള് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കൊരു എന്തെങ്കിലും തോന്നിക്കാണും. ഇനി അതിൻ്റെ പുറത്താണോ ഈ പറഞ്ഞിരിക്കുന്നതെന്നൊന്നും അറിയാൻ പാടില്ല. എന്താണെങ്കിലും ലൈവ് കാണുമ്പോൾ അറിയാം. ഇന്നത്തെ ലൈവ് കാണുമ്പോഴേ അറിയത്തുള്ളൂ എന്താണ് അനീഷേട്ടനോ ഒപ്പിച്ച് വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ എന്താണെങ്കിലും വേറെ ഒരു സൈഡിൽ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടെ, ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇന്നലത്തെ ലൈവും മറ്റേ എപ്പിസോഡും ഒക്കെ കണ്ടതിന് ശേഷമാണ് കുറച്ച് ആൾക്കാർ പറയുന്നത് കേട്ടു. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നന്നായിട്ട് അനുമോൾ അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. എനിക്ക് അനുമോൾ അങ്ങോട്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നില്ല. സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്. അങ്ങനെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരാളാണ് അനുമോളെങ്കിൽ അനീഷേട്ടനോട് സംസാരിക്കേണ്ട കാര്യമില്ല. ഈ ആദില നൂറയായിട്ട് വഴക്കുണ്ടായ അതേ ദിവസം വളരെ മാന്യമായിട്ട് അനീഷേട്ടനോട് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ലൈവും എപ്പിസോഡും കണ്ടവർക്കറിയാം. മറ്റേ പാലും ആപ്പിളും എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ട് ആദിലയുടെ വായി വെച്ച് കൊടുക്കാൻ ചെല്ലുന്നു, നൂറയുടെ വായി വെച്ച് കൊടുക്കാൻ ചെല്ലുന്നു. ആ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരിക്കുന്ന അനുമോള് എന്തിനാണ് ഇവരുടെ പുറകെ പോകേണ്ട കാര്യം? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഒറ്റയ്ക്ക് നിന്നാൽ മതി. ഇതിനൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല.
ഇന്നലെ അനുമോള് ചെല്ലുന്നുണ്ട്, മിണ്ടാനൊന്നും നിൽക്കുന്നില്ലെന്നേ ഉള്ളൂ. അത് ആദിലെ നൂറെ പറയുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് അവള് നമ്മുടെ അടുക്ക മിണ്ടുന്നൊന്നുമില്ല. അല്ല, ഇനി എന്താ അനുമോള് ചെയ്യണ്ടേ? ഞാനപ്പോൾ അവരത് പറയുന്നത് കേട്ടപ്പോൾ ആലോചിച്ചു, രണ്ടിൻ്റെയും അണ്ണാക്കിക്കൊണ്ടൊന്ന് മറ്റേ സാധനം ഒഴിച്ചു കൊടുക്കുന്നവരെ ഉണ്ട്. അപ്പൊ രണ്ടെണ്ണത്തിനും വാതുറന്ന് അതിനോട് മര്യാദയ്ക്കൊന്നും മിണ്ടിക്കൂടെ? അതിന് പറ്റത്തില്ല. ഈഗോ എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ട്. അനുമോക്ക് ഈഗോ ഇല്ല എന്ന് ഞാൻ പറയത്തില്ല. അനുമോക്ക് ഈഗോ ഉണ്ട്. സെൽഫ് റെസ്പെക്റ്റിന്റെ പുറത്തുള്ള ഈഗോ അനുമോക്കുണ്ട്. ആദിലയ്ക്കും നൂറയ്ക്കും ആ സെയിം സാധനം തന്നെ കാണും, ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നൂറ ഇന്നലെ എന്തോരം തവണ ആദില ഇടയ്ക്ക് ആദ്യമേ ഒന്നും എന്തോ ആദില മൈൻഡ് ചെയ്തില്ല, പക്ഷെ അപ്പൊ ചിരിക്കുന്നെങ്കിലും ഉണ്ട്. രണ്ടാമത് ചെന്നപ്പം ആദില വാ തുറന്നു, അനുമോള് കൊടുത്തു. നൂറ എത്ര നേരം അവിടെ അടുത്ത് നിർത്തിച്ചു അനുമോളെ, ഒരു മൈൻഡ് പോലും ചെയ്യാതെ. ആദിലയ്ക്ക് പിന്നെയും എനിക്ക് തോന്നുന്നു അനുമോളോട് അറ്റാച്ച്ഡ് ആവണം, സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എവിടേക്കോ ഒരു 50-50 ചാൻസസിലാണ് ആദില നിൽക്കുന്നത്. കാരണം ഇന്നലെ രാത്രിയിൽ നമ്മുടെ അക്ബർ കായോടിരുന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോഴേ എനിക്കത് മനസ്സിലായി. മിണ്ടണമെന്നുണ്ട്, പക്ഷെ എന്നാ മിണ്ടണ്ടെന്നുമുണ്ട്. ആ ഒരു മോഡിലാണ് ആദില നിൽക്കുന്നത്. നൂറയാണെങ്കിൽ കംപ്ലീറ്റ്ലി വേറൊരു മൂഡിലാണ്. എനിക്ക് അവളോട് സംസാരിക്കാനൊന്നുമില്ല. അവള് വേണമെങ്കിൽ എൻ്റെ അടുക്ക് വന്ന് അങ്ങോട്ട് സംസാരിക്കട്ടെ, അപ്പം ഞാൻ വേണമെങ്കിൽ ഫോർഗീവ് ചെയ്യാം, പക്ഷെ എന്നാലും അവൾ പറഞ്ഞ കാര്യമൊന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അനുമോൾ എന്താ ഇത്ര അങ്ങോട്ട് പറഞ്ഞത്? നീ മറ്റേ അഹങ്കാരം കാണിച്ചു, അല്ലെങ്കിൽ മറ്റേ എന്താണ് ടോപ്പ് ഫൈനലിൽ ഫൈനൽ 5 വന്നതിന്റെ അഹങ്കാരമല്ലേ എന്നൊരു സാധനം പറഞ്ഞതിനാണോ ഇത്രയും വലിയ അങ്ങോട്ട് പൊളിയുന്നത്? അല്ല, പറഞ്ഞത് ശരിയല്ല. അതുപോലെ തന്നെ ഇവരും തിരിച്ചു പറയുന്നുണ്ടല്ലോ PR-ന്റെ കാര്യം. അവിടെയുള്ള ബാക്കി എല്ലാവരും PR-ന്റെ കാര്യം പറഞ്ഞ അനുമോളെ കുത്തട്ടെ, കുഴപ്പമില്ല. പക്ഷെ കൂടെ നടന്ന ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കൾ സഹോദരിമാരെ പോലെ ആയിരുന്നു എന്നൊക്കെയാണ് അനുമോള് പറയുന്നത്. അങ്ങനെയുള്ള 2 പേര് ഈ PR-ന്റെ കാര്യം പറഞ്ഞ് കുത്തുമ്പോൾ അനുമോക്ക് ദേഷ്യം വരത്തില്ലേ? അനുമോക്കെന്നല്ല, അനുമോളുടെ സ്ഥാനത്ത് ഇവരിൽ 2 പേരിൽ ആരെങ്കിലും ഒരാളാണെങ്കിലും ദേഷ്യം വരും. പിടികിട്ടിയില്ലേ? അത് ഇവര് മനസ്സിലാക്കാൻ നിൽക്കുന്നില്ല. അതാണ് വേറൊരു വലിയ കാര്യം. പിന്നെ ഇന്നലെ എപ്പിസോഡിലൊക്കെ കാണിച്ചൊരു കാര്യം നമുക്ക് അതും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് ഡിസ്കസ് ചെയ്യാം. അതായത് അനുമോളും അനീഷേട്ടനും ഇരുന്ന് സംസാരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അനുമോളുടെ അടുക്ക് അനീഷേട്ടൻ ഇരുന്ന് പറയുന്നുണ്ട്, അതായത് ഇവിടെ ഇങ്ങനെ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇവിടുന്ന് പോകാനായിട്ട്. ഇപ്പം 100 ദിവസമാണെങ്കിലും 200 ദിവസമാണെങ്കിലും 500 ദിവസമാണെങ്കിൽ പോലും ഞാൻ ഇവിടെ നിന്നോളാം, എനിക്ക് പോകണ്ട. അനീഷേട്ടൻ അതൊക്കെ മീൻ ചെയ്യുന്നതുണ്ടല്ലോ. പുള്ളിക്ക് ഒരുപാട് ഫെയിമിന് വേണ്ടിയിട്ടാണ് പുള്ളി ഇവിടെ കിടന്ന കാട്ടായം കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ യൂട്യൂബ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക്, ഞാൻ ഈ അടുത്തായിട്ടാണ് പോയി പുള്ളിയുടെ പഴയ വീഡിയോ മൊത്തം കുറേ ഇരുന്ന് കണ്ടു കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പുള്ളി ശരിക്കും ഒറ്റപ്പെടൽ ജീവിതമാണ്. ഒറ്റയ്ക്കായി പോയി പുള്ളിയുടെ ആ ഒരു ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു, വേണ്ട ഞാൻ വീണ്ടും അത് എടുക്കുന്നില്ല. പക്ഷെ എന്താണെങ്കിലും അതിനുശേഷം പുള്ളി ഒറ്റയ്ക്കാണ് കുറേ ആയിട്ട്. അപ്പൊ ആ ഒരു ജീവിതത്തിൽ നിന്നൊരു ചേഞ്ച് വന്നത് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോഴായിരിക്കും. അതുകൊണ്ട് തന്നെ പുള്ളി എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് പോകണ്ട, നമുക്ക് ഏറ്റവും എന്താണ് വേണ്ടതെന്ന് അറിയാമോ അനുമോളെ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പണമൊന്നും അല്ല, നമുക്ക് സ്നേഹിക്കാൻ കുറച്ച് ആൾക്കാർ നമ്മുടെ ഒപ്പം ഉണ്ടാവണം, അതാണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നുണ്ട്. പുള്ളി 2 ദിവസമായിട്ട് ഇതൊക്കെ അനുമോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉടനെ അനുമോൾ ചോദിക്കുന്നുണ്ട്, ചേട്ടനെ സ്നേഹിക്കാൻ ഇതുവരെ ആരും ഉണ്ടായിട്ടില്ലേ ചേട്ടാ എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട്. ഉടനെ അനീഷേട്ടൻ പറയുന്നുണ്ട്, കുറേ ആയിട്ട് ഒരു മെക്കാനിക്കൽ ലൈഫാണ് എൻ്റെത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ ഒരു മൊമെന്റിൽ ഇന്ന് നമ്മൾ കണ്ടതാണ്, എപ്പിസോഡിൽ ലൈവിലും ഒക്കെ കണ്ടതാണ്, നമ്മുടെ ആ ഒരു മഞ്ഞ സോഫയിൽ ഇങ്ങനെ അനുമോളും അനീഷേട്ടനും കൂടെ ഇരുന്ന് ഒരുപാട് നേരം സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ബ്ലഷിങ് ഒക്കെ ചിലപ്പം അനുമോൾ സുഹൃത്തുക്കളുടെ അടുക്കലൊക്കെ അങ്ങനെ ആയിരിക്കാം. ആ ഒരു സാധനം നല്ല രീതിയിൽ ഇപ്പം ഇങ്ങനെ ചേട്ടനെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിട്ടില്ലേ ചേട്ടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചിലപ്പോൾ എവിടെയോ ഏതോ ഒരു മൂലയ്ക്ക് അനീഷേട്ടനൊരു ലഡ് പൊട്ടി കാണും. അതുകൊണ്ടായിരിക്കാം ഇന്ന് അനീഷേട്ടൻ, അതായത് വെള്ളിയാഴ്ച ഈ ഒരു പരിപാടി നമ്മൾ കാണുന്ന വ്യാഴാഴ്ച നടന്ന കാര്യമാണല്ലോ വെള്ളിയാഴ്ച കാണുന്നത്. അപ്പോൾ വ്യാഴാഴ്ച അനീഷേട്ടനോട് ചിലപ്പം ഇങ്ങനെയൊക്കെ ബുധനാഴ്ച ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വ്യാഴാഴ്ച അനീഷേട്ടൻ വിചാരിച്ചു, രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഇതൊക്കെ ചിന്തിച്ച് കാണും, എവിടെയെങ്കിലും ഒരു ഇച്ചിരി സ്നേഹം ചിലപ്പോൾ കൊച്ചിനോടുണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടായിരിക്കാം അനീഷേട്ടൻ കയറി ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷേ അത് വേണ്ടിയതായിരുന്നോ വേണ്ടാത്തതായിരുന്നോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കൊരു അഭിപ്രായം അതിൽ പറയാൻ പറ്റുന്നില്ല. എന്തിനാണ് അനീഷേട്ടൻ അത് ചെയ്തതെന്ന് ആ ഒരു ഇന്നത്തെ ലൈവിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഞാൻ. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോഴും പറയുന്നു, അനീഷേട്ടൻ്റെ ഒരു അടവ് ഗെയിമിന് വേണ്ടി അനീഷേട്ടൻ ചെയ്തു എന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം പുള്ളി അങ്ങനെ ഒരു ഗെയിമറാണ് പുള്ളി. പക്ഷെ ഇമോഷൻ വെച്ച് പുള്ളി കളിക്കുമോ എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ സാബുമാൻ, അയ്യോ എന്തിനാണ് അവൻ അവിടെ? എനിക്ക് അറിയാൻ പാടില്ല. ഇത്രയും ദിവസം ഓക്കെ പോയി, ഇനി സാബുമാൻ അതിനകത്ത് നിൽക്കുന്നതിനകത്ത് എനിക്കൊരു രീതിയിലും യോജിപ്പില്ല കേട്ടാ. എന്ത് കാര്യത്തിന്
ഇത്രയും ഭൂലോകമണ്ടൻ ആ ഷാനവാസിക്ക് ഇന്നലെ ഇട്ട് തട്ടിക്കളിക്കുമായിരുന്നു, അവനെ തട്ടിക്കളിക്കുന്നു. ഷാനവാസിക്ക് തന്നെ ചിരി നിർത്താൻ വയ്യ. ഇവനോട് ഓരോന്ന് പറയും, ഇവൻ എന്തൊക്കെയോ തിരിച്ചു പറയും. എന്തൊക്കെയാണ് ഇവൻ പറയുന്നത്? ഷാബുമാൻ എല്ലാം പോട്ടെ, ഈ ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം നമ്മുടെ കൺഫെഷൻ റൂമിൽ വിളിച്ചു. അതൊക്കെ ഷാനവാസിക്കോട് അങ്ങോട്ട് വിശദീകരിക്കുക. എന്തിനാ മോനെ നിന്നെ വിളിച്ചത്? അത് ഷാനവാസിക്ക ബിഗ് ബോസ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വിളിച്ചതാ. ഇതൊക്കെ എന്തിനാ ഇവൻ വേറൊരു കണ്ടസ്റ്റന്റിനോട് പറയുന്നത്? ബിഗ് ബോസ് അവിടെ ഇവനെ സെപ്പറേറ്റഡ് ഓരോ ആൾക്കാരെ വിളിച്ച് അതിനകത്ത് വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരും ബിഗ് ബോസും ആ കണ്ടസ്റ്റന്റും മാത്രം നടക്കുന്ന ഒരു സംഗതിയാണ്. അത് പിന്നെ ജനങ്ങളെയാണ് കാണിക്കുന്നത്, അവിടെയുള്ള ബാക്കിയുള്ളവർ അറിയേണ്ട കാര്യമില്ല. ഇത് ഷാനവാസിക്ക് ചോദിച്ചോടനെ ഇവൻ ചെന്ന് അങ്ങോട്ട് വിളമ്പുന്നുണ്ട്. എന്നിട്ട് ഇവൻ പറയുന്നുണ്ട്, ഷാനവാസിക്ക് എനിക്ക് എല്ലാം ഒന്നും പറയാൻ പറ്റിയില്ല, ഷാനവാസിക്ക് എനിക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ അവിടെ നിൽക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് പറയേണ്ട സാഹചര്യം വരുമ്പം അപ്പം പറയേണ്ട കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള മോൻ എന്തിനാ അതിനകത്ത് നിൽക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. അപ്പം ഷാനവാസിക്ക് എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്ത് കണ്ടിട്ടാണ്, നിന്നെ ആരാണ് അതിനകത്ത് നിർത്തുന്നത്? അപ്പം പറയുന്നുണ്ട്, ജനങ്ങൾ എന്നെ ഇവിടെ നിർത്തുന്നു, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് കണ്ടിട്ടാണ് ജനങ്ങൾ നിന്നെ ഇവിടെ പിടിച്ച് നിർത്തുന്നത്? നിന്റെ ചിരി കണ്ടിട്ടോ അതോ നിന്റെ ക്യൂട്ട്നെസ് കണ്ടിട്ടോ? ഷാനവാസിക്ക ചോദിച്ചത് എനിക്കും ചോദിക്കാനുള്ളൊരു കാര്യമാണ്. എന്ത് കണ്ടിട്ടാണ് സാബുമാൻ ഇപ്പോഴും അതിനകത്ത്? പിന്നെ വേണമെങ്കിൽ പറയാം, ആരെയും വെറുപ്പിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച വരെ ആരെയും വെറുപ്പിക്കുന്നില്ലായിരുന്നു, പക്ഷെ കഴിഞ്ഞ ആഴ്ച വരെ സാബുമാൻ ഒരു മണ്ടനാണെന്ന് പുറത്തേക്ക് പോർട്രേറ്റ് ആവുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വ്യക്തമായിട്ട് പോർട്രേറ്റ് ആവുക സാബുമാൻ ഒരു മണ്ടനാണെന്ന്. അല്ല, എനിക്കങ്ങനെയാ തോന്നുന്നത്. കാരണം ഒരു ഏക്കും പോക്കും അറിയാൻ പാടില്ല അവന്. ജില്ലകൾ പോട്ടെ, അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, എത്ര ജില്ലകളുണ്ടെന്ന് അറിയത്തില്ല. താമരശ്ശേരി ചുരം വരെ അവൻ പറഞ്ഞു. പോട്ടെ, അതൊക്കെ പോട്ടെ. തലശ്ശേരി പോട്ടെ, അതൊക്കെ വിട്. പക്ഷെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാ ഒരിടത്ത് നിന്ന് ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ പറയുമ്പോൾ അപ്പോഴും നിന്ന് തപ്പുക. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പക്ഷേ ഞാനത് അവിടെ പറയേണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് താങ്കൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. എന്നിട്ട് അതിനെപ്പറ്റി പിന്നിരുന്ന് ആലോചിച്ച് സങ്കടപ്പെടുക. എന്തൊരു സാബുമാൻ എന്തിനൊക്കെയോ വേണ്ടി അവിടെ കിടന്ന് തിളച്ചോണ്ടിരിക്കുക, പക്ഷെ ഒന്നും പുറത്തേക്ക് അങ്ങോട്ട് ഏശുന്നില്ല. അത് വേറൊരു കാര്യം, എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ മറ്റേ 3:35 ആയ സമയത്ത് ആദില, നൂറ, നെവിൻ മറ്റേ ഡൈനിങ് ഏരിയ ഇരിക്കുമ്പോൾ സാബുമാൻ ഇങ്ങോട്ട് വന്ന് കയറുന്നുണ്ട്. അപ്പൊ ആദില ചുമ്മാ ഒന്ന് ചൊറഞ്ഞു വിടുക, പക്ഷെ ഇവനെ എല്ലാത്തിനകത്തും പോയി അങ്ങ് വീഴുക. അതിൽ ചോദിക്കുന്നുണ്ട്, എടാ കടല വെന്തില്ല, കടല വേവാത്തോണ്ട് പ്രോട്ടീൻ വരൂല്ലേ എടാ? അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഉടനെ അങ്ങനെ ഉണ്ടോടാ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല, അതൊക്കെ പ്രോട്ടീൻ വന്നോളും. അതിലെ കളിയാക്കുന്നതെന്ന് പോലും ഇവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇത്രയും നിഷ്കളങ്കനോ, ഇത്രയും നിഷ്കുവായിട്ടുള്ള ഒരുത്തർ അതിനകത്ത് എന്തിന്? പിന്നെ അത്രയും നിഷ്കുവാണെന്നും ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നില്ല. അവിടെ ഇവിടെയും ചവിട്ടി നിൽക്കുന്ന ഒരു നിപ്പുണ്ട് ചില സമയത്ത് സാബുമാൻ്റെ. അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവൻ നിഷ്കുവാണോ, ഇവർ അഭിനയിക്കുന്നതാണോ? എന്താണെങ്കിലും എല്ലാം കൂടെ ചെറുക്കൻ്റെ അണ്ണാക്കി കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നെവിൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താ നിന്റെ മുഖത്തൊരു തെളിച്ചമില്ലാത്ത, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഉടനെ അതിൽ പറയുന്നുണ്ട്, വളിഞ്ഞിരിക്കുന്നല്ലോടാ, വളിഞ്ഞിരിക്കുന്നു. ഉടനെ കാരണം എന്താ? ഉടനെ നൂറ ചോദിക്കുന്നു, നിങ്ങളെല്ലാവരും കൂടെ നൂറ പറയുന്നതാണ്, നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ കളിയാക്കുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്. ഉടനെ സമൂഹം പറയുന്നേ അങ്ങനൊന്നും ഇല്ല, കളിയാക്കുന്നതെന്ന് എനിക്കൊരു പ്രശ്നമല്ല. ഉടനെ നെവിൻ ചോദിക്കുന്നു, പിന്നെ ആരുടെ അടുത്താണ് നിന്റെ പ്രശ്നം? എന്താ പ്രശ്നം നിന്റെ? എൻ്റെ അടുത്താണോ? നീ പറ. ഉടനെ സാബുമാൻ പറയുന്നു, നിന്നോട് എനിക്ക് പ്രശ്നമുണ്ട്. അത് വേറൊന്നുമല്ല, ഞാനൊരു ക്യാപ്റ്റനാണ്, കിച്ചൺ ടീം ക്യാപ്റ്റൻ. എന്നോട് നീ ചോദിച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് എല്ലാം റെസ്പെക്റ്റ് നീ തരണമെന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കിച്ചണിൽ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞൂടെ മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സാബുമാൻ. പറയാൻ തോന്നണ്ടേ സാബുമാനെ? നീ ക്യാപ്റ്റൻ ആണെന്ന് ഇന്ന് അവിടെ ഈ ഒരു കോൺവെർസേഷൻ വന്നപ്പോൾ നീ പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഓർക്കുന്നത്. മറന്നുപോയി, നീ ക്യാപ്റ്റൻ ആണെന്ന് കാണുന്നത് ഞങ്ങൾക്ക് പോലും തലയിൽ ഇരിക്കുന്നില്ല. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നീ അവിടെ ഒരു മാങ്ങാണ്ടിയും ചെയ്യാത്തതുകൊണ്ട്. എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നുള്ളൂ. പിന്നെ നൂൽ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് നമ്മുടെ നെവിൻ നിൽക്കുമായിരുന്നു, ഇനി ഞാൻ ഉണ്ടാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഉടനെ അക്ബർ പറയുന്നുണ്ട്, നീ എന്തിനാണ് അങ്ങനെ പറയുന്നത്? നീ എന്നോട് പറഞ്ഞില്ലടാ. നെവിൻ പറയുന്നുണ്ട്, ഞാൻ ഇനിയും ക്യാപ്റ്റൻ പറയുന്ന വെച്ച് മാത്രമേ എന്തും ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അക്ബർ അപ്പുറം ഇരുന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നോട് പറഞ്ഞാണല്ലോ നീ നൂൽ പൊറോട്ട ഉണ്ടാക്കി തരാമെന്ന്. ഉടനെ നെവിൻ ചോദിക്കുന്നുണ്ട് അക്ബറിനോട്, വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ അങ്ങനെ പലതും പറയും, നിന്നോട് ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? അക്ബറിനോട് ചോദിക്കുന്നുണ്ട്. അക്ബറിന് പിന്നെ തിരിച്ചൊന്നും മിണ്ടാനില്ല, അടിച്ച് അണ്ണാക്കി കൊടുത്തു. നെവിൻ കറക്റ്റായിട്ട്, നെവിൻ്റെ ഗെയിം സൂപ്പർ ആവുന്നുണ്ട് കേട്ടോ. ഈ ആഴ്ച കളി മാറ്റി ചവിട്ടി, അത്രേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച മൊത്തം ചൊറിച്ചിലല്ലായിരുന്നോ? ഈ ആഴ്ച ആ സീൻ അങ്ങ് വിട്ടു, പഴയ നെവിൻ വന്നു. എന്റർടൈൻമെന്റ്, മനസ്സിലായില്ലേ? ഇന്ന് അക്ബർ നമ്മുടെ അനുമോളെ ചൊറിയുന്ന സമയത്ത് അക്ബറിനിട്ട് ഒട്ടുകൊടുത്ത് വിടുന്നുണ്ട്. എന്താണ് അക്ബർ ഇപ്പോൾ
കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെയൊക്കെ അപ്പുറമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കംപ്ലീറ്റ്ലി ഈ ആഴ്ച അതങ്ങ് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് അക്ബർ പറയുന്നുണ്ട്, നീ ഒരു നിലപാടില്ലാത്തവനാ, നീ എന്താടാ ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ കാര്യമില്ല, അക്ബറിനെയൊക്കെ വീശി അടിച്ചിട്ട് കംപ്ലീറ്റ്ലി അനുമോളുടെ കൂടെ പിടിച്ചു നെവിൻ. മനസ്സിലായോ? നെവിന് മനസ്സിലായി അനുമോളെ വീണ്ടും ചൊറിഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ പണി വാളും, ഇവിടെ കയറി ഒട്ടി. ചിലപ്പോൾ ഈ സാധനം ആദിലയ്ക്കും നൂറയ്ക്കും ചിലപ്പോൾ എവിടെയും കാണും. അതുകൊണ്ടായിരിക്കാം ഒരുപാട് അങ്ങോട്ട്. ഇന്ന് വെറുപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുപ്പിക്കുന്നുണ്ട്. ഒറ്റയ്ക്കിരുന്ന് അക്ബറിന്റെ കൂട്ടിരുന്ന് അനുമോളെ കുറ്റം പറയുന്നുണ്ട്, അല്ലെങ്കിൽ അക്ബർ പറയുന്നത് കേട്ടിട്ട് അതിന് കുട പിടിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല സത്യം പറഞ്ഞ. അതൊക്കെ പിന്നെ ആദില ഏകദേശമൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണ് ഈ ആഴ്ച പുറത്തേക്ക് പോകുന്നുള്ളത്. ന്യൂറോയോടത് പറയുന്നുണ്ട്, അക്ബറിനോട് പറയുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്, ഈ ആഴ്ച പോകാൻ സാധ്യത സാബു അല്ലെങ്കിൽ ആദില, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും. കാരണം നെവിനൊക്കെ പിന്നെ കയറി വന്നു, കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള നെവിനെയൊക്കെ അടിച്ച് പുറത്താക്കുമോ? എനിക്ക് തോന്നുന്നില്ല. വോട്ട് കാണും നെവിനൊക്കെ, മനസ്സിലായില്ലേ? പിന്നെ പോകാൻ സാധ്യത ആദില ആൻഡ് സാബുമാൻ്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനമായിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നുമില്ല. പോട്ടെ, സാബു കി ജയ്. പിന്നെ പാതിരാത്രിയിൽ നമ്മുടെ അക്ബർ, ആദില, കുറച്ച് കഴിയുമ്പോൾ നെവിൻ വരുന്നുണ്ട്, കുറച്ചു നേരം ഇരിക്കുന്നുണ്ട്, പിന്നെ നെവിൻ പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇവർ രണ്ടുപേരും, അക്ബർ നമ്മുടെ ആദില ഇരിക്കുന്ന സമയത്താണ് അക്ബർ പറയുന്നത്, ഇവിടെ വരുന്നതിന് മുമ്പ്, അതായത് അനുമോളുടെ ഏതൊക്കെയോ ഫ്രണ്ട്സ് അക്ബറിനെ കണ്ട് അക്ബറിനോട് പറഞ്ഞു അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നിട്ട് ഞാൻ ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പം അവളുടെ ബിഹേവിയർ കാണുമ്പോൾ അവർ പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല മോളുടെ എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. എന്നിട്ട് ആരാണ് ആ പറഞ്ഞതെന്നുള്ള പേര് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അക്ബർ പേര് പറയണ്ട, അനുമോളെ അക്ബറിന്റെ അടുക്ക വന്ന് പറഞ്ഞ ആൾക്കാർക്ക് മാത്രമല്ല അറിയാവുന്നത്. അതായത് ലക്ഷ്മി നക്ഷത്രയെ പോലെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളുകൾ അനുമോളെ പറ്റി പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്മി നക്ഷത്രം പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാം കൂടെ ഒന്നും കുത്തിക്കയറ്റി അങ്ങനെ വെക്കാത്തതാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനത് കാണിക്കാൻ തന്നെ കാരണം എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല. അറിയാവുന്ന ആൾക്കാർ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അങ്ങനെ നിങ്ങളൊന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചതാ. അത്ര മോശമായിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ആരാ ഇവിടെ മോശമല്ലാത്ത? ഒന്ന് പറ, ആരാ ഇവിടെ മോശമല്ലാത്ത? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ നീ കഥ പറയുന്നത് എനിക്ക് വരെയുണ്ട് നല്ല ഒന്നാന്തരം നെഗറ്റീവ്. ഞാൻ അങ്ങനെ എല്ലാം തികഞ്ഞ മറ്റേ മാന്യ വ്യക്തിയൊന്നും അല്ല. അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളത്തരമായി പോകും. എന്തിനാ ഞാൻ കള്ളം പറയുന്നത്? എനിക്ക് കള്ളം പറയാൻ ഒരു കാര്യവും ഇല്ല. ഉള്ളതുപോലെ പറയുക, സ്ഥലം വിടുക, അത് അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെയാണ് ഇന്നലെ രാത്രിയിൽ നടക്കുന്നത്. പിന്നെ നമ്മുടെ ആദില ഷാനവാസിക്കയെ പറ്റി പറയുന്നുണ്ട്. ഷാനവാസിക്ക ഒരു BB മെറ്റീരിയൽ അല്ല എന്നൊക്കെ നമ്മുടെ അക്ബർ കാക്കായോട് പറയുന്നുണ്ട് രാത്രി ഇരുന്ന്. ഷാനവാസിക്ക ഒരു BB മെറ്റീരിയൽ ഒന്നും അല്ല. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അതല്ല ഷാനവാസിക്ക ഒരു BB മെറ്റീരിയൽ ഒന്നും അല്ല. പ്രത്യേകിച്ച് ആ സീക്രട്ട് ടാസ്ക് അതൊക്കെ നാളെ വ്യക്തമായിട്ടും ശക്തമായിട്ടും നശിപ്പിച്ചു കളഞ്ഞ ഒരാളാണ് നമ്മുടെ ഷാനവാസിക്ക. പുള്ളി ചുമ്മാ, ഞാൻ ആ വീഡിയോ കണ്ട് ബിഗ് ബോസ് ഒന്ന് കാണിച്ചു കൊടുത്തല്ലോ ലാലേട്ടൻ, ഷാനവാസ് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത് സീക്രട്ട് ടാസ്ക് ആണ് ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും ചിരി വന്നു എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അതായത് പകല് ഷാനവാസിക്ക മറ്റേ ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാനെന്നുള്ള രീതിയിൽ എല്ലാവരെയും എടുത്തു വെച്ച് ഊക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. രാത്രി ഉള്ള കാര്യം പറഞ്ഞ് അക്ബറും ഷാനവാസിക്കൊക്കെ ഇട്ട് കൊട്ടു കൊടുക്കുന്നു. അത് പിന്നെ കേൾക്കാൻ ഷാനവാസിക്ക കിടന്ന് ഉറങ്ങാൻ പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ രാത്രിയിൽ നടന്നത്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് അനീഷേട്ടൻ്റെ പ്രപ്പോസലാണ്. എന്തിനാ മനുഷ്യൻ അത് ചെയ്തു? എനിക്ക് ഞാൻ ലൈവിലൊന്നും കാണാതെ ഒരു സമാധാനമില്ല. എന്തിനത് ചെയ്തു എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. പിന്നെ അത് ഉടായ്പൊന്നും അല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ ഒരിത്. പിന്നെ പുള്ളി അവിടെ നമ്മുടെ ബാത്റൂം ഏരിയ പോയിരുന്ന് കരഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കിംവദന്തികൾ കേൾക്കുന്ന കേട്ടോ, സത്യമാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ മനസ്സൊന്ന് പാളും. പക്ഷേ ആ പുള്ളി ജെനുവിനാണ്. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുള്ളി ജെനുവിനാണ്. പുള്ളിക്ക് എങ്ങനെ ഗെയിമിൽ പുള്ളിക്ക് കള്ളത്തരങ്ങൾ കാണും. പുള്ളി അവിടെ ഗെയിം കളിക്കാനാണ് വന്നതെന്നുള്ളൊരു ബോധം ഉള്ളതുകൊണ്ട് തന്നെ പുള്ളി കള്ളത്തരങ്ങൾ കാണിക്കും. പക്ഷേ ഇമോഷൻസ് വെച്ച് പുള്ളി കള്ളത്തരം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. പറയാതെ പോവല്ലേ പ്രിയപ്പെട്ടവരെ. എനിക്കറിയാനാ, ഞാൻ പറയുന്നതിനകത്തും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ എന്തായാലും കുറച്ച് നേരം കൂടെ പോയി ഒന്ന് ലൈവ് നോക്കട്ടെ. ഞാൻ പാതിരാത്രി ഇരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് നേരം കൂടെ പോയി ലൈവ് ഒന്ന് കണ്ടു നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.